Hello friends, welcome to the channel. 𝙑𝙞𝙙𝙯 channel സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു JBL ന്റെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വയേർഡ് ആയിട്ടുള്ള ഒരു ഇയർഫോൺ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ 1000 രൂപയുടെ താഴെ വരുന്ന ഒരു നല്ല ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഇയർഫോൺ ആണ്. അപ്പോൾ അതിൻ്റെ പാക്കേജിംഗ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മോഡൽ നമ്പർ കാണാൻ പറ്റുന്നതായിരിക്കും. C50HI ആയിട്ട് C50HI എന്നൊരു മോഡലാണ്. ഇന്നിയർ ടൈപ്പാണ്. JBL by 𝙑𝙞 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാക്കേജ് പുതിയതായിട്ട് പാക്കേജിങ്ങൊക്കെയാണ് വന്നേക്കുന്നത്. ചെറിയൊരു കീറിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കൊറിയർ സർവീസിൻ്റെ ഡെലിവറിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനോ അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പാക്കേജ് ഒന്ന് പരിചയപ്പെടാം. വലിയ കോംപ്ലക്സ് പാക്കേജിംഗ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള സംഭവം തന്നെയാണ്. നമ്മുടെ JBLൻ്റെ മോഡൽ നെയിം എഴുതിയിട്ടുണ്ട്, JBLൻ്റെ ബ്രാൻഡിങ് എഴുതിയിട്ടുണ്ട്, ഇയർഫോൺ എഴുതിയിട്ടുണ്ട്, പിന്നെ വേറെ കുറേ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് മൈക്ക് ഉണ്ട്, ഇൻബിൽഡ് മൈക്ക് ഉണ്ടെന്ന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് ആയിട്ട് 999 കൊടുത്തേക്കുന്നത്. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് April 2021 കൊടുത്തിട്ടുണ്ട്. വയേർഡ് ഇയർഫോണാണ് കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറേ ഭാഷയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സീൽഡ് പാക്കേജിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സീൽ ഇവിടെ സീൽ കണ്ടു. നമുക്ക് എന്തായാലും ഇവിടെ സീൽ പൊട്ടിക്കാം. ഇത് ഭയങ്കര ചെറുതാണ്. നമ്മുടെ അൺബോക്സിങ് നൈഫ് ഇതിന് ഭയങ്കര വലുതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ പൊട്ടിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, സീസ് നൈഫ് തൽക്കാലം എൻ്റെ കയ്യിൽ നിന്നില്ല. കസിൻ കൊണ്ടുപോയിക്കായിരുന്നു, ടൂറ് പോയ ഭാഗമായിട്ട് കൊണ്ടുപോയിക്കായിരുന്നു. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും സീല് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറക്കട്ടെ. എന്നൊക്കെ അല്ലാത്ത തന്നെ ഭയങ്കര പാടാണ്. ഓക്കെ, നമ്മൾ സീല് പൊട്ടിച്ചിട്ടുണ്ട്. ചെറിയൊരു സീൽ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അത് പൊട്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ഇയർഫോൺ വരും എന്താ വരാതെ നല്ല ടൈറ്റാണ് കേട്ടോ ഇയർഫോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പാക്കേജിൽ നിന്ന് നമ്മൾ ഇയർഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാക്കേജ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വലിയ ലെങ്ത്ത് ഇയർഫോൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ചെറിയൊരു ഇയർബഡ് ടൈപ്പൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോക്സ് കണ്ടൻറ്റ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോക്സിൽ നിന്ന് ഫുൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു പേജാണ്, ബുക്ക് പോലത്തെ ഒരു സംഭവമാണ്. ഇതാണ്ടോ, ഇത് നമുക്ക് വാറണ്ടി കാർഡാണ്. ഇത് വാറണ്ടി കാർഡാണ്, ഇത് യൂസർ മാനുവൽ കേട്ടോ. അപ്പോൾ രണ്ട് ബുക്ക്ലെറ്റ് പോലത്തെ സംഭവം കിട്ടുന്നുണ്ട്. അറ്റൻഷൻ, വാറണ്ടി കാർഡാണ് തന്നെയാണ്, യൂസർ മാനുവൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇയർഫോൺ പുറത്തേക്ക് എടുക്കാം. ചെറിയ ഇയർഫോണാണ്. പിന്നെ കേബിളൊക്കെ ഭയങ്കര തിന്നാണ്, മറ്റേ നോർമൽ കേബിളാണ്. പിന്നെ നമുക്ക് 3 എക്സ്ട്രാ ഇയർബഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഒന്ന് നോക്കണ്ടേ. ഇതൊരു ബേസിക് ഇയർഫോണാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ എടുക്കാം. അയ്യോ, നമ്മുടെ ഫോണിൽ കുഴപ്പം എന്താ വെച്ചാൽ ഫോണിൽ ഡയറക്റ്റ് നമുക്ക് എന്താ പറയുക 3.5mm ജാക്ക് ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു എക്സ്റ്റൻഷൻ്റെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും എക്സ്റ്റൻഷൻ എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എക്സ്റ്റൻഷൻ ആദ്യം കുത്താം. ഓക്കെ, നമുക്ക് നമ്മുടെ ഇയർഫോൺ കുത്താം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട് വെച്ച് നോക്കാം. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ ക്വാളിറ്റി. അപ്പോൾ നമ്മുടെ ഇത് ഞാൻ വിങ്ക് മ്യൂസിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വിങ്ക് മ്യൂസിക്കിൽ അത്യാവശ്യം നല്ലൊരു പാട്ട് കേട്ടോക്കാം. എങ്ങനെയുണ്ട് ബാസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാനിത് ആക്ച്വലി ഒന്ന് വെക്കട്ടെ. നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പാട്ട് കേട്ടോക്കാം. ഇതൊക്കെ ഫുള്ള് കയറിയിട്ടില്ല എന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുള്ളൊന്നും കയറിയിട്ടില്ല. ഓക്കെ, ഓക്കെ, നമ്മളെന്തായാലും പാട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് വയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ബാസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലയെന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടെന്ന് ഞാൻ പറയില്ല. എന്താ വെച്ചാൽ ഒരു ആവറേജിലാണ് വരുന്നത്. നമുക്ക് എന്തായാലും വേറൊരു പാട്ടും വെച്ച് നോക്കാം. ഇത്തിരി ബാസുള്ള ടൈപ്പ് വെച്ച് നോക്കാം.
ഇല്ല, ബാസ് ഞാനൊരു ആവറേജേ പറയുള്ളൂ. ട്രിബിൾ ഉണ്ട്, പക്ഷെ ബാസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല കേട്ടോ, കുറവാണ്, നോർമലാണ്. ജസ്റ്റ് ഒരു ബഡ്ജറ്റ് റേഞ്ച് ഇയർഫോൺ ആയതുകൊണ്ടായിരിക്കും. നോർമലേ ഉള്ളൂ, ഞാൻ ഹൈ ഒന്നും പറയില്ല, നോർമൽ തന്നെയുള്ളൂ. ട്രിബിളും അത്യാവശ്യം നല്ലതാണ്, പക്ഷേ സൗണ്ട് അത്യാവശ്യം നല്ല സൗണ്ട് വരുന്നുണ്ട്. എനിക്കിപ്പോൾ അതിപ്പോൾ ഒരു 70% സൗണ്ടിലൊക്കെ കിടക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി, നല്ല സൗണ്ട് വോളിയം വരുന്നുണ്ട്. വോളിയം കുഴപ്പമില്ല കേട്ടോ, നല്ല തന്നെയാണ്. എന്തായാലും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു ഇയർഫോൺ തന്നെയാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു മീൻ്റെ ഇയർഫോൺ, റിയൽമിയുടെ ഇയർഫോണൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തൊരു പോയി കാണാൻ, മുകളിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇതും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു വരുന്നത്. ഇപ്പോൾ എന്തായാലും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, JBL കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്തതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണാത്തൊരു പോയി കാണാൻ, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാം. ബൈ.